ജൂൺ ആദ്യമാകുന്നു. സ്കൂളുകൾ കോളേജുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പുത്തൻ ഉടുപ്പ്, പുതിയ ബാഗ്, പുത്തൻ പെൻസില്, എല്ലാം പുത്തനാണ്. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അത്ര പുത്തനൊന്നും കിട്ടിയിട്ടില്ല പലപ്പോഴും. കാരണം ഉള്ളതൊക്കെ സാധാരണ കുടുംബക്കാരാണല്ലോ. ഗ്രാമങ്ങളിലൊക്കെ അന്ന് ദാരിദ്ര്യവും പട്ടിണിയൊക്കെയാണ്. ഗൾഫിലൊക്കെ പോയി വരുന്ന ആളുകളുണ്ട്. കുറച്ച് പേർക്കൊക്കെ കിട്ടും. എപ്പോഴും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ വർഷവും അങ്ങനെ പുതിയ ഷർട്ടൊന്നും ഇട്ടുകൊണ്ട്. എന്നാലും അച്ഛനും അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ടെങ്കിലും മക്കൾക്ക് ഒരു ഡ്രസ്സെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കും പുതിയതായിട്ട്. ബാക്കിയെല്ലാം തട്ടിക്കൂട്ടി ബാഗൊക്കെ അത്ര കീറിയിട്ടില്ലെങ്കിൽ പഴയത് അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. വളരെ വലിയ തോതിലാണ് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഒക്കെ കൃത്യമായി എന്ത് കൊടുക്കുന്നത്, ഈ ബാഗ് വിതരണം, ബുക്ക് വിതരണം, എല്ലാം കാര്യം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വി മുരളീധരൻ കഴക്കൂട്ട് MLA പറഞ്ഞു, എന്നെ സ്വീകരിക്കാൻ വിളിക്കുന്നവർ ദയവായി ഇനി ബുക്കും പേനയും പെൻസിലും തരണം, കാരണം അതെനിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം അത് വാങ്ങി തുടങ്ങി. ഷാളും ബൊക്കയും മൊമൻ്റോ ഒന്നും വാങ്ങുന്നില്ല. അതൊരു ഒരു നല്ല തീരുമാനമാണ്. പണ്ട് തന്നെ ഈ ബുക്ക് കൊടുത്ത് അല്ലെങ്കിൽ പുസ്തകം കൊടുത്ത് സ്വീകരിക്കണമെന്നുള്ളത് വലിയൊരു കഥയാണ്. ഇപ്പം ഞാൻ തിരുവനന്തപുരം നമ്മുടെ മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷാണ് ജയിച്ചത്. അപ്പോൾ വൈഷ്ണ സുരേഷ് അവരുടെ പാർട്ടിയുടെ പേരിൽ, കോൺഗ്രസിൻ്റെ പേരിൽ, പട്ടം മണ്ഡലം കോൺഗ്രസിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അവർ കുറേ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുകയാണ്. കെ മുരളീധരനാണ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കുറേ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് പാർട്ടി പരിപാടിയാണ്. അതുപോലെ CPM, DYFI എല്ലാ പാർട്ടികളും പല സ്ഥലങ്ങളിൽ പല തോതിൽ കൊടുക്കും. പക്ഷെ നമുക്ക് കിട്ടിയ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തെന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു വളരെ മെഗാ ഒരു സാധനം കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും എല്ലാം കൂടി ഇരുന്നിട്ട് ഈ ബുക്ക് എടുക്കുന്നതും ബാഗിൽ കുത്തിക്കയറ്റുന്നതും പിന്നെ പെൻസിൽ ഇടുന്നതും. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് 5050ഓളം 1000 സംതിങ് കുട്ടികൾക്ക് തിരുവനന്തപുരം നഗരത്തിൽ കുടയും ബാഗും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ വാർഡിലും ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഓരോ വാർഡിലും 100 വാർഡാണുള്ളത്. അപ്പോൾ മിക്കവാറും 50 കുട്ടികളെ കണക്കാക്കിയിട്ടായിരിക്കാം. അപ്പോൾ 100 വാർഡിലും 50 കുട്ടികൾക്ക് വീതം. അതിന് സെലക്ഷൻ ഉണ്ടോ നമുക്കറിയില്ല. എന്തായാലും 5050ഓളം വരുന്ന ബുക്കും പേനയും പെൻസിലും ബാഗും കുടയുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അല്ല. നന്നായി പഠിക്കുമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റും, സമൂഹം അറിയും, അവർ എല്ലാ സപ്പോർട്ടും ചെയ്തിരും നമുക്ക്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുത്തനുടുപ്പും പുതിയ കുടയും പുതിയ ബാഗും പുതിയ പെൻസിലും പുതിയ പേനയും എല്ലാം, റബ്ബർ വരെയുള്ള ബ്ലേഡ് കൊണ്ടുപോകാറില്ല, കട്ടർ എല്ലാ സാധനവും പുതിയത് കൊണ്ടുപോകുന്ന, പിന്നെ ഹാൻഡ് കർച്ചീഫ് വരെ വാങ്ങിക്കൊടുക്കും, ക്യാപ്പ് എല്ലാം പുതിയത് വാങ്ങിക്കൊടുക്കും, പോപ്പി കുട, സെൻറ്റ് ജോൺസ് കുട, അങ്ങനെ കുടകളുടെ തന്നെ ഒരു പ്രളയമുണ്ട്. എല്ലാം കൂടെ കൊണ്ടുപോകുന്ന മനോഹരമായ പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മുട്ടടയിലും വച്ച് ഈ പരിപാടി പിന്നെ നടക്കുന്നുണ്ട്. മുട്ടട വാർഡിൻ്റെ കൗൺസിലറായിട്ടുള്ള വൈഷ്ണ സുരേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുന്നു. അതുപോലെ തന്നെ മേയറുടെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായ പരിപാടി പിന്നെ എവിടെ നടക്കുന്നു, കോർപ്പറേഷനിലും നടക്കുന്നു. എന്തായാലും പിന്നെ MLA-മാർ MP-മാർ അവരുടെ ആളുകളൊക്കെ കൂടി വാങ്ങിക്കൊടുക്കും. ഈ മുട്ടട വാർഡിലെ നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൗൺസിലറുടെ നേതൃത്വത്തിൽ, മുട്ടട വൈഷ്ണ സുരേഷിൻ്റെ നേതൃത്വത്തിൽ 30:05, അതായത് നാളെ വൈകുന്നേരം 5 മണിക്ക് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ വെച്ചാണ് ഇത് കൊടുക്കുന്നത്. അതിൽ കെ മുരളീധരനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇത് നടക്കുന്നു. ഇത് കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നടക്കും, സന്നദ്ധ സംഘടനകൾ നടക്കും, പള്ളികളിൽ നടക്കും, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യും, MLA-മാർ ചെയ്യും, MP-മാർ ചെയ്യും. വളരെ പിന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ ഇതുപോലെ ചെയ്യാറുണ്ട്. വളരെ വിപുലമായ തോതിലാണ് കുട്ടികൾക്ക് ഇങ്ങനെ സഹായം കിട്ടുന്നത്. അതൊരു വലിയ കാര്യമാണ്. നടക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി കോർപ്പറേഷൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ അത് വളരെ രസകരമാണ്. കുഞ്ഞുങ്ങൾ എല്ലാ സൗകര്യങ്ങളും കിട്ടി പഠിക്കട്ടെ. അതിനുള്ള ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇനിയും കൂടുതൽ ഉണ്ടായി വരട്ടെ.